ഒറ്റ വിസിൽ വന്നാൽ മതിയാവും. അടുപ്പത്ത് വെറുതെ എങ്ങനെ വേണമെങ്കിലും വേവിക്കാൻ വയ്ക്കാം. ഇതാവുമ്പോൾ 1 മിനിറ്റിൽ ഇങ്ങനെ വെന്ത് കിട്ടുമല്ലോ പറഞ്ഞിട്ട്. ഇതാ കുറച്ച് കടല വറുത്തെടുക്കണം. ഇതാ കടല ഏകദേശം വറവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇതൊന്ന് ആറണം. ആറിയിട്ട് വേണം ഇതൊന്ന് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ തൊലിച്ചെടുക്കാൻ. ഇതാ ഇങ്ങനെ ആറിയതിന് ശേഷം ഇതെല്ലാം ഇങ്ങനെ തൊലിഞ്ഞെടുക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ ഫ്രഷായി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിവിടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ചു. കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സിറപ്പായി വരട്ടെ. ഇതങ്ങനെ സിറപ്പായി വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലിവിടെ നിന്ന് ചൂടാവട്ടെ. അതായത് ഞാൻ ഒരു മിനിറ്റിൽ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട്. ഇതാ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഈ തിളച്ച പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഈ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഫില്ലിങ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇനി സെറ്റായി വരാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കണം. കേട്ടോ അങ്ങനെ നമ്മുടെ ചേമ്പും കിഴങ്ങ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ